മക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെന്നൈയിലുള്ള ശ്രീരാമചന്ദ്ര കോളേജിലാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ കോളേജാണ്, അത്യാവശ്യം നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ കോളേജിന്റെ ഫെസിലിറ്റി ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് മക്കളെ നമ്മളുടെ ഹോസ്പിറ്റൽ വരുന്നത് കേട്ടോ. ഭയങ്കര പേഷ്യന്റ് കൗണ്ട് ആണ് കേട്ടോ. വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുൾ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കോളേജിന്റെ BSLP സെക്ഷൻ വരുന്നത് കേട്ടോ, അതായത് ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി സെക്ഷൻ വരുന്നത്. റെയർ കോഴ്സാണ്, നിങ്ങൾക്കറിയാം, എല്ലാ കോളേജിലും അവൈലബിൾ അല്ല. നമ്മുടെ രാമചന്ദ്രയിൽ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ എഞ്ചിനീയറിംഗ്, അതുപോലെ മാനേജ്മെന്റ്, BSLP, ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷൻ തെറാപ്പി, അതായത് അലൈഡ് സയൻസ് വരുന്ന എല്ലാ കോഴ്സസും, പ്ലസ് നമ്മുടെ നഴ്സിംഗ്, അതുപോലെ MBBS, BDS, ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും ഈ ഒരു കോളേജിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളുടെ ക്യാമ്പസിൻ്റെ പ്രോപ്പർ വരുന്നത് എക്സാക്ട് ചെന്നൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ മക്കൾക്ക് പോയി വരാനൊക്കെ വളരെ എളുപ്പമാണ്. ചെന്നൈക്ക് നിങ്ങൾക്ക് അറിയാം, അത്രയും വലിയൊരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. കറക്റ്റ് നമ്മളുടെ ചെന്നൈയിൽ തന്നെയാണ് നമ്മളുടെ ക്യാമ്പസ് വരുന്നത്. അതും ഹോസ്പിറ്റലും, അതുപോലെ നമ്മളുടെ ഹോസ്റ്റലും, നമ്മളുടെ ക്ലാസ് റൂംസ് ആണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് വരുന്നത്. ഈ ക്യാമ്പസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു ലോകമാണ് കേട്ടോ. എനിക്കിപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ വേറെ ലോകത്തേക്ക് വന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടായത്. മീൻസ് ഒരു ക്യാമ്പസ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും, പേഷ്യൻ്റ് കൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ പാർക്കിംഗ് ഒക്കെ അതിൽ സ്പേസിലാഞ്ഞിട്ട് പുറത്ത് നിർത്തിയേക്കാണ്. അത്രയും ക്രൗഡ് ഉണ്ട്. ഇവിടെ വന്ന സമയം മുതൽ കാണുന്നതാണ്. സൈഡ് ക്യാമ്പസ് തന്നെയാണ് കേട്ടോ നമ്മളുടെ ഹോസ്റ്റലൊക്കെ വരുന്നത്. നോർമലി തമിഴ്നാട്ടിൽ ബോയ്സിന് സീറ്റ്സ് പല കോളേജുകളിലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ രാമചന്ദ്രൻ്റെ ബോയ്സിനും ഗേൾസിനും നമുക്ക് സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ ഫീസിൽ നല്ല ഒരു സൂപ്പർ കോളേജിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റും. ഓൺ ഹോസ്പിറ്റൽ, അതും മെഡിക്കൽ കോളേജാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ വരുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. നല്ല രീതിയിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടി ഇവിടെ നിന്ന് നല്ലൊരു സ്റ്റുഡൻ്റായിട്ട് നിങ്ങൾക്ക് പഠിച്ചിറങ്ങാവുന്നതാണ്. കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകുന്നത് നഴ്സിങ്ങിനാണ് കൂടുതലായിട്ട് കാണുന്നത്. അത്രയും നല്ലൊരു കരിയറാണ് നമ്മുടെ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ രാമചന്ദ്രയുടെ നഴ്സിംഗ് കോളേജ് വരുന്നത് ഇതാണ്. അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള നഴ്സിംഗ് ക്യാമ്പസ് ആണ് കേട്ടോ വരുന്നത്. ഓരോ ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനൊക്കെ നമുക്കായിട്ട് സെപ്പറേറ്റ് യൂണിഫോം ആണുള്ളത്. സ്റ്റുഡൻസ് എല്ലാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത് രാമചന്ദ്ര യൂണിവേഴ്സിറ്റി തന്നെയാണ് കേട്ടോ, ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ ഈ ക്യാമ്പസ് അത്രയും നടന്നൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അത്രയുണ്ട്. ഞാൻ ആക്ച്വലി നടന്ന് ഒത്തിരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് നമുക്ക് നടക്കാനും ഉണ്ട്. അത്രയും നമ്മൾ സത്യം പറഞ്ഞൊരു മീൻസ് വണ്ടിയിലൊക്കെ പോയി ചെയ്യേണ്ടതാണ്. അത്രയും ഉണ്ട് നടക്കാൻ ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ. എല്ലാം തന്നെ നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ ഫാർമസി വരുന്നത് കേട്ടോ. ഫാർമസി കോഴ്സുകളായ BPharm, DPharm, അതുപോലെ PharmD, അതുപോലെ PG കോഴ്സുകളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. സ്റ്റുഡൻസ് ആണെങ്കിലും നല്ല ഒത്തിരി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു കോളേജും കൂടിയാണ് കേട്ടോ. ക്ലാസ് വിട്ടൊരു ടൈമിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല പേഷ്യൻ്റ് കൗണ്ട് ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ കൗണ്ടുള്ള ഒരു കോളേജാണ്. അപ്പം നമ്മുടെ രാമചന്ദ്രയുടെ ഒക്യുപ്പേഷൻ തെറാപ്പി വരുന്ന സെക്ഷന് ബ്ലോക്ക് ഇതാണ്. ഓരോന്നിനും ഓരോ ബ്ലോക്കാണ് കേട്ടോ. അവിടെ തന്നെയാണ് നമ്മളുടെ ക്ലാസ് റൂംസും നമ്മുടെ ഫാക്കൽറ്റീസും ഹോസ്പിറ്റലും എല്ലാം ഓരോ സെക്ഷനായിട്ടാണ് വരുന്നത്, ഓരോ ബ്ലോക്കായിട്ടാണ്. ടോട്ടലി ഈ ഒരു ക്യാമ്പസിൽ ഓരോ ബ്ലോക്കായിട്ട് സെപ്പറേറ്റ് തരംതിരിച്ചിരിക്കുകയാണ്. അലൈഡ് ആണെങ്കിലും നഴ്സിംഗ് ആണെങ്കിലും അതുപോലെ എഞ്ചിനീയറിംഗ് ആണെങ്കിലും എല്ലാം ഓരോ ക്യാമ്പസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ ഡെൻ്റൽ കോളേജ് വരുന്നത് കേട്ടോ. അതുപോലെ ഡെൻ്റൽ കോളേജും അതുപോലെ ഹോസ്പിറ്റലും ഇത് തന്നെയാണ്. അപ്പോൾ BDSനൊക്കെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും നമ്മുടെ രാമചന്ദ്ര. കാരണം നല്ല പേഷ്യൻ്റ് കൗണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഭയങ്കര തിരക്കാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതാണ്. നല്ല തിരക്കാണ് ഹോസ്പിറ്റലിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാമചന്ദ്രയുടെ ഫിസിയോതെറാപ്പി സെക്ഷൻ വരുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം, ഫിസിയോതെറാപ്പി 4.5 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ കോളേജിൽ അവൈലബിൾ ആണ് കേട്ടോ. പല കുട്ടികൾക്കും പല ആഗ്രഹങ്ങളാണല്ലേ. ചില കുട്ടികൾക്ക് ഭയങ്കര ക്യാമ്പസ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും.
ഇവിടെ ഉണ്ടല്ലോ മക്കളെ, സൂപ്പറാണ് കേട്ടോ ക്യാമ്പസ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ. കാരണം അത്രയും ഏരിയാസ് വരുന്നുണ്ട്. പിന്നെ ഓരോ സെക്ഷനിലും ഓരോ ക്യാൻറ്റീനാണ്. നോർമലി നമ്മളൊരു കോളേജിൽ ഒരു ക്യാൻറ്റീനൊക്കെ കാണാറുള്ളൂ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ബ്ലോക്കിലായിട്ട് ഓരോ സെക്ഷനായിട്ട് നമുക്ക് ക്യാൻറ്റീൻ വരുന്നുണ്ട്. ഒരുപാട് ഏരിയാസ് ഉണ്ട്. കുട്ടികൾക്ക് ഭയങ്കര പാറി പറന്നൊക്കെ പഠിക്കാൻ പറ്റിയൊരു ക്യാമ്പസും കൂടിയാണ് കേട്ടോ. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ക്യാമ്പസാണ്. കുറച്ച് പഴയ ക്യാമ്പസാണ്, പക്ഷെ എന്നാൽ പോലും നല്ല രീതിയിലുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളുടെ ATM സൗകര്യമൊക്കെ വരുന്ന കോളേജൊക്കെ റെയറാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു കോളേജ് നമുക്ക് ATM ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും ഞാൻ കണ്ടിട്ട് ഇവിടെ എല്ലാം ഓക്കെ ആണ്. പിന്നെ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും അല്ല, ഒരു പഴയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എല്ലാ ഫെസിലിറ്റി അതുപോലെ പേഷ്യൻ്റ് കൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് കോഴ്സുകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത്. അതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാ കോഴ്സസും ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇതേപോലെ തന്നെ എല്ലാം വരുന്നത് കേട്ടോ. എല്ലാം എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം വേണം. അപ്പം ഞാനിത് ഉള്ള ടൈമിൽ ഞാൻ കുറച്ചൊക്കെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.